ക്രിയ ചെയ്യേണ്ടതിനായി നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിനെയും ആഴമായി ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് കാൽവറി രക്തത്തിൽ ഹല്ലേലൂയ മറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി കാലം നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ പാടി ആരാധിക്കുക. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവകുഞ്ഞാടിനെ ഇന്ന് രാത്രികാലം സന്തോഷമുള്ള ഹൃദയത്തോടുകൂടെ പാടി ആരാധിക്കുക. ഹല്ലേലൂയ. We worship you, Father. Hallelujah. Oh, we thank you, precious Holy Ghost. Hallelujah. ശരദാനകൾ കരതേരി. ഹല്ലേലൂയ. 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 യേശുമാത്രം, യേശുമാത്രം സ്തുതികൾക്കു യോഗ്യൻ. യേശുമാത്രം, യേശുമാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും, വേറെ ആരും, വേറെയൊന്നോ എന്റെ പ്രിയനെ യോഗ്യമല്ലേ. വേറെ ആരും, വേറെയൊന്നോ എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോൽ ആരുമില്ല. ചെറുപാട്ടാതെ ഹല്ലേലൂയ. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോൽ, എന്റെ പ്രിയനെ പോൽ ആരുമില്ല. ഹല്ലേലൂയ. 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 എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യനേ. ബഹുമാനവും സ്തുതി സ്തോത്രം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ, യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോൽ, എന്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോൽ ആരുമില്ല. കരങ്ങൾ എടുത്തുകൊണ്ട് ഹല്ലേലൂയ. 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 എന്റെ യേശുവിന്
സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ, ബഹുമാനത്തിനും സ്തുതിക്കും യോഗ്യനായ ദൈവ കുഞ്ഞാടിനെ, ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമമായ യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനിപ്പോ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനിപ്പോ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനിപ്പോ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല. ശതമന സധരരെ ദേഖനയാര ശതമന സധോര്യ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പേൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പേൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പേൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യങ്ങൾ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷമുയരും. ഹല്ലേലൂയ. നല്ലവനായ കർത്താവിനെ, നമ്മുടെ വീണ്ടെടുത്ത കർത്താവിനെ, ഹല്ലേലൂയ. രാത്രികാലം വീണ്ടും കരങ്ങളെ അടിച്ച് സകല മഹത്വത്തോടു കൂടെ കർത്താവിനെ നമുക്ക് വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ. അംശഘമനാരികൽക്കരാധനെ. ഹല്ലേലൂയ. We worship you, Father God. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി വീണ്ടും കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നും ഉള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നും ഉള്ളത്. പെരുവെള്ളത്തിൽ തിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ തിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമൻ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമൻ യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ശരധേരെ രേഖാമാസധേരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും
यीशु भला है, उसकी दया हमेशा की है। समुद्र की लहरों के शोर की तरह तेरी स्तुति मैं करता रहूंगा। समुद्र की लहरों के शोर की तरह तेरी स्तुति मैं करता रहूंगा। ओ हालेलुया, 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 हालेलुया। आदर महिमा स्तुति प्रशंसा शक्ति और ज्ञान यीशु तेरे लिए हो। आदर महिमा स्तुति प्रशंसा शक्ति और ज्ञान यीशु तेरे लिए। എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിന്റെ വിലയേറി ആ നീളത്തിൽ, കുഞ്ഞാട്ടിന്റെ വിലയേറി ആ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണം, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എൻ രക്ഷയും യേശു അത്രേ ഹല്ലേലൂയ, എൻ രക്ഷയും യേശു അത്രേ ഹല്ലേലൂയ. എൻ സങ്കടക്ഷകരാധന തികരാധന രക്ഷകരംധേ വിമാനകരംധേ രക്ഷകേരി അധീരകരധന. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടശതമരാധനരാധന ധിവരനരധനരക്ഷകരാധേരിയ ധിവലാക്ഷധേരിഖനരരാജന ധിവരന്ധനരക്ഷധാരേ ധിവരാധനരക്ഷധരാധനേര ധിവരാജനരക്ഷധേരേ. You worship you, Father. അങ്ങയുടെ രക്ഷകനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ശരണാധനരാധനേ ധിവരാധനരേ ധിവാലനക്ഷധരധേ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ശമരധനകാരികരധേ ധനരാധീനരക്ഷധേരകരധേ രഗനന്ധനരക്ഷകരാജന ധിവലാരാധമനക്ഷധരേ. അർത്ഥമനഗതിനിയായും സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ജനം, വീണ്ടെടുപ്പിന്റെ സന്തോഷം ഹൃദയത്തിൽ ഹല്ലേലൂയ പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹിമന ഹസ്തൽ ഖരദിരിയാ ലഗൽ ഖര ശമന ഹത്തോരിയാ തൽഖരേ. വീണ്ടെടുപ്പിന്റെ ശക്തി കർത്താവേ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയയുടെ ജനത്തിന്മേൽ അവിടെ നയിക്കുന്നതിനാൽ സ്തോത്രം. രഖമന ശബല ദിരഗൽ ഖരഗ തനകം ശരകം ദിഗനാഥനാലഗൽ ഖര. Thank you for your precious presence, Lord. Hallelujah. കർത്താവേ അങ്ങയുടെ മഹത്വം ഒരു പെരുമഴ പോലെ അങ്ങയുടെ സാന്നിധ്യം നിന്റെ ജനത്തിന്മേൽ അയച്ചിരിക്കാൻ സ്തോത്രം കർത്താവേ. മഹത്വം എടുക്കണം യേശു രക്ഷകന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് സാക്ഷ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്നത് മിച്ചികളിൽ നിന്നുള്ള നേഴ്സാണ്, സിസ്റ്റർ പ്രീതിയാണ് കടന്നു വന്നിരിക്കുന്നത്. തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോയമ്പത്തൂരിൽ വെച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനുള്ള ഭാഗ്യം
കർത്താവ് കൊടുത്തു. ആ നാൾ മുതൽ തന്നെ വിവിധ വഴികളിലൂടെ എല്ലാം കർത്താവ് നടത്തി ഇന്നയോളം നിർത്തിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് വരെയും കർത്താവ് കരം പിടിച്ച് ഓരോ അനുഭവങ്ങളിലൂടെ പ്രിയ ദേവദാസിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അനേകർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവിധമായ ഒത്തിരി കാഠിന്യമേറിയ മനുഷ്യർക്ക് കടന്നു പോകുവാൻ കഴിയാത്തതുപോലെയുള്ള പല അനുഭവങ്ങളും ആമേൻ ഈ പ്രായത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ അവയുടെ എല്ലാം നടുവിൽ ആമേൻ ദൈവത്തിന്റെ സ്നേഹം നിലനിർത്തിയത് കൊണ്ട് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, കർത്താവ് ഇന്ന് വരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ, കുടുംബജീവിതത്തിലായാലും ആമേൻ വ്യക്തിപരമായ ജീവിതത്തിലായാലും ആമേൻ പല തീച്ചൂളയുടെ പോയതാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മഴയാണ് കേരളത്തില്. പ്രത്യേകം കേരളത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. ഓക്കെ, തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴും അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും പ്രിയ ദേവദാസിയെ നടത്തിയിട്ടുണ്ട്. ഇന്ന് വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ സാക്ഷ്യം ശ്രവിക്കാം. സാക്ഷ്യം പറയുന്നതിനായി സിസ്റ്റർ പ്രീതിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ നെറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, സദയം ക്ഷമിക്കുമാറാകണമേ. സാക്ഷ്യം പറയുവാനായി സിസ്റ്റർ പ്രീതിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസ് മാത്യുമൻ അങ്കിൾ നടത്തുന്ന ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുവാൻ മാത്യുമൻ അങ്കിളും കാണിച്ച ഈ വലിയ മനസ്സിന് ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ വഴി നടത്തിയ വിധങ്ങൾ അല്പമായിട്ട് സാക്ഷ്യമായിട്ടും വചനമായിട്ടും പങ്കുവെക്കുവാൻ ദൈവമക്കളോട് നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്കൊരു അവസരം കൂടെ ഒരുക്കി തന്നതിന് ഞാൻ എൻ്റെ രക്ഷകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ സകലരുടെയും മധ്യത്തിൽ വെച്ച് ഞാൻ താണു വണങ്ങി നമസ്കരിച്ച് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ മാത്യു അങ്കിളിന് നമ്പർ കൊടുക്കാൻ മുഖാന്തരമായത് എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിലുള്ള ലിൻഡ ആൻഡിയാണ്. ആ ആൻഡിയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ദൈവത്തെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ആൻഡിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് എന്നെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷനിലേക്ക് ഒരുക്കിയെടുത്തത് ഇപ്പോൾ ടീം മെമ്പർ ലീഡ് ചെയ്യുന്ന ഷേർലി സിസ്റ്ററാണ്. ആ സിസ്റ്ററിനെയും ഓർത്ത് ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ കടന്നു വന്നിരിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും, ഇങ്ങനെ വലിയ ദേവദാസന്മാരുടെ മധ്യത്തിലൊക്കെ ഞാനിങ്ങനെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു അവസരം എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് ഒരുക്കി തന്നതിന് ഞാൻ എൻ്റെ സർവശക്തനെ സകലരുടെ മധ്യത്തിൽ വെച്ച് സ്തുതിസ്തോത്രം അർപ്പിക്കുകയും ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് അല്പമായിട്ട് എൻ്റെ സാക്ഷ്യത്തെയും വചനത്തെയും പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് പ്രീതി ശങ്കരത്തിൽ നിന്നാണ്. ഞാൻ മിഷിഗണിൽ കർത്താവിൻ്റെ കൃപയാൽ US-ൽ ക്ലോസ് ടു 29 ഇയേഴ്സായി ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ കൃപയാൽ 30 വർഷമായി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 2 പെൺകുഞ്ഞുങ്ങളും ഒരു മോനുമാണ്. അവരൊക്കെയും കർത്താവിന്റെ കൃപയാൽ കോളേജിൽ പഠിക്കുന്നു. മൂത്ത മോളുടെ പേര് റിബാക്ക, അവളെ റീബ എന്ന് ഞങ്ങൾ വിളിക്കും. രണ്ടാമത്തെ മോളുടെ പേര് മേരി. മൂന്നാമത്തെ മോനാണ്, അവന്റെ പേര് ഇബ്രഹാം എന്നാണ്. അവനെ എബി എന്ന് ഞങ്ങൾ വിളിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പാരമ്പര്യ യാക്കോബായ കുടുംബത്തിൽ നിന്ന്
കർത്താവിന്റെ വലിയ കൃപയാലും കരുണയാലും വിശ്വസ്തതയാലും 1985 രക്ഷിക്കപ്പെട്ട ഒരു CSIയിൽ ഉള്ള ഒരു ധന്യ സൂസൻ ചെറിയാൻ എന്ന് പറയുന്ന ഒരു സഹോദരി മുഖാന്തരം, എൻ്റെ ക്ലാസ്മേറ്റ് മുഖാന്തരമാണ് ഞാൻ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ഇടവന്നത്. രക്ഷ എന്താണെന്നൊന്നും അറിയാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് യേശു രക്ഷകനാണെന്നും രക്ഷയെക്കുറിച്ചൊക്കെ അന്ന് ഞാൻ 7th ഗ്രേഡിൽ പഠിക്കുന്ന ഒരു പ്രായമാണ്. പക്ഷേ എന്നാലോ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഈ സഹോദരിയിലൂടെ അറിയുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ കുടുംബത്തിൽ എനിക്ക് എൻ്റെ പേരൻസ്, ഡാഡി 2017 പെട്ടെന്ന് ഇവിടെ അമേരിക്കയിൽ വന്നതായിരുന്നു. ഇപ്പം ടെർമിനൽ സ്റ്റേജ് ക്യാൻസർ ആയി പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഡാഡി രക്ഷിക്കപ്പെടാതെയാണ്, ഒരുപാട് അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും രക്ഷിക്കപ്പെടാതെയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. മമ്മി ഈ ജാനുവരിയിൽ രഹസ്യമായി രക്ഷിക്കപ്പെട്ടുവെങ്കിലും സ്നാനത്തിലേക്കൊന്നും വഴി എത്താൻ സാധിച്ചില്ല. അതിനു മുമ്പേ മമ്മി ഫെയിലിയർ ടു ത്രൈവ് ഡയഗ്നോസിസ് ആയി മമ്മിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ കുടുംബമായി ഇവിടെ ആൻ ആർബർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഇതുവരെയും എൻ്റെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ അവൻ്റെ കണ്ണിനെ കണ്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാനായിട്ട് എൻ്റെ സർവശക്തനായ ദൈവം ഈ ഭൂമുഖത്ത് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ കോയമ്പത്തൂരിൽ ഫിസിക്കൽ തെറപ്പി പഠിക്കാൻ പോയ സമയത്താണ് ഞാൻ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇവിടെ എന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിലും എനിക്ക് സ്നാനം എന്താണെന്നോ അതുപോലെ പരിശുദ്ധാത്മാഭിഷേകം എന്താണെന്നോ ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ കോയമ്പത്തൂരിൽ ഫിസിക്കൽ തെറപ്പി പഠിക്കാൻ പോയത്. അവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഇങ്ങനെ പ്രയർ ഗ്രൂപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നഴ്സിംഗിൽ പഠിക്കുന്ന ജൂലി തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്, ഇവിടെ അറ്റ്ലാന്റ ജോർജിയയിൽ താമസിക്കുന്നു. ആ സഹോദരിയിലൂടെയാണ് കൂടുതലായി ദൈവത്തെ രുചിച്ചറിയുവാനും രക്ഷയിലെത്തിയെങ്കിലും സാൽവേഷൻ എടുത്തുവെങ്കിലും എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുവാനും വാട്ടർ ബാപ്റ്റിസം എടുക്കാനും ഒക്കെ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാനും യേശുപ്പച്ചന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു. ആ സഹോദരിയെ ഞാൻ ഈ സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ മമ്മി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മമ്മിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തായിരുന്നു. മരിക്കുന്ന ആ സമയത്ത് 2018 മമ്മി സിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ വെച്ചൊക്കെ ഞാനിങ്ങനെ വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും മമ്മി അവിടെ ഒരു ചെറിയ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുവെങ്കിലും അവർക്ക് ഇതിലൊന്നും ഉറച്ചു നിൽക്കാൻ മമ്മിക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ഹൃദയദൃഷ്ടി കർത്താവ് പ്രകാശിക്കാനായിട്ട് അവർ അനേക അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും അതിനുള്ളൊരു സാഹചര്യം മമ്മി ഒരുക്കി. അതിനുവേണ്ടി മമ്മി ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുവാൻ മമ്മി ഒത്തിരി റിലക്റ്റന്റ് ആയിരുന്നു. മമ്മി ഒരുപാട് പ്രാർത്ഥിക്കുമെങ്കിലും ഈ മറിയത്തോടും ഒക്കെയാണ് മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയല്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് എൻ്റെ മമ്മിക്ക് ഹൃദയത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ വ്യത്യസ്തമായ ഒരു തലത്തിലൂടെയാണ് കൊണ്ടുപോയത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോയമ്പത്തൂർ പഠിക്കാൻ പോയപ്പോൾ ഞാൻ എനിക്ക് പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഈ ഫ്രണ്ട് അതിന്റെ ആ ജൂലി എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ പേര് പ്രീതി എന്നാണ്. അപ്പൊ പ്രീതി എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്നെയാ വിളിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെയായി ഈ കുട്ടിയുമായി പരിചയപ്പെടാൻ, ഈ സഹോദരിയുമായി പരിചയപ്പെടാൻ എനിക്ക് കർത്താവ് അവസരം തന്നത്. ഇവരിങ്ങനെ എന്നും എന്നെ കൊച്ചു പ്രയറിന് വിളിക്കുമായിരുന്നു, ഈ സിസ്റ്റർ പ്രയറിന് വിളിക്കുമായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ഓർത്തു എന്നാ പോയി നോക്കാം എന്താ ഇവര് അവിടെ ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ വാതിൽ അടച്ചിട്ട് ഒത്തിരി സിസ്റ്റേഴ്സ്, നഴ്സിംഗ് സ്റ്റുഡൻസ് ഈ റൂമിനകത്തേക്ക് പോവുകയും കുറെ പ്രാർത്ഥനയുടെ ശബ്ദവും ആരാധിക്കുന്ന ശബ്ദവും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പാട്ട് പാടുന്നൊക്കെ. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ഞാൻ ഈ പാട്ട് ശ്രദ്ധിക്കാനായിട്ട്, പാട്ട് കേൾക്കാൻ വേണ്ടി പുറത്തു പോയി നിൽക്കുമായിരുന്നു. 2-3 മാസം പുള്ളിക്കാരി എന്നും എന്നെ വിളിക്കും. ഒരു ദിവസം ഞാൻ വിചാരിച്ചു എന്നാൽ അകത്ത് പോയി ഒന്ന് നോക്കാം എന്താ ഇവര് കാണിക്കുന്നതെന്ന് അറിയാനായിട്ട്. ഞാനും അകത്ത് പോയി. അപ്പൊ എല്ലാരും ആദ്യം പാട്ട് പാടി. പിന്നെ അത് ആ പ്രയർ ഗ്രൂപ്പ് നടത്തുന്ന ഒരു ടാമിലിയൻ സിസ്റ്റർ ആയിരുന്നു, മേട്രൺ ആയിരുന്നു പുള്ളിക്കാരത്തി. അത് കഴിഞ്ഞിട്ട്
തമിഴിൽ പറഞ്ഞു നമുക്ക് യേശു കർത്താവിനെ സ്തുതിക്കാമെന്ന്. ഇപ്പൊ ഞാൻ തമിഴൊക്കെ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പം അവര് എല്ലാവരും കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എല്ലാവരും പലവിധ ഭാഷകളിൽ എന്തൊക്കെയോ അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്നൊക്കെ കണ്ടു. ഞാൻ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി. കർത്താവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാവരും അത് കണ്ടു ഇത് കണ്ടു, ഞങ്ങള് ഇത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവർക്കും വളരെ സന്തോഷം. അപ്പൊ ഞാൻ ആലോചിച്ചു, കർത്താവെ എന്താ ഇവർക്കൊക്കെ ഇത്ര സന്തോഷിക്കാൻ എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഒടുവിൽ ഞാൻ 1-2 സഹോദരിമാരോട് ഇങ്ങനെ ചോദിച്ചു, എന്താ നിങ്ങൾ കണ്ടത്? അപ്പൊ അവരിങ്ങനെ വെളിപ്പാടുകൾ കണ്ട കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പം എനിക്കും വളരെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി. കർത്താവ് ഇവരറിയുന്ന ഈ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ എൻ്റെ യേശുപ്പച്ച എന്നെയും സഹായിക്കണമെന്ന്. അപ്പം പരിശുദ്ധാത്മാഭിഷേകം എന്താണെന്നോ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനൊരു പാരമ്പര്യ ജാക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് വചനത്തിൽ അങ്ങനെ വേരൂന്നാനായിട്ടുള്ള സഭയും സഭാചരിത്രവും ഒക്കെ ആയിരുന്നു സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല ഇതിൽ എത്ര പേര് ജാക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ യേശുവിനെ ഈ സമയത്ത് ഉയർത്തുമ്പോൾ എൻ്റെ അന്ന് കുരുടായിരുന്ന കണ്ണിനെ, എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഇവരോട് ഇത് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വചനമൊക്കെ അവർ കാണിച്ചു തരാൻ തുടങ്ങിയപ്പോൾ ഞാനിത് വായിച്ചു. പല സമയത്തും ഒന്നും മനസ്സിലായില്ല. കാരണം എനിക്ക് സാംസ് 23യും സാംസ് 91 അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അല്ലാതെ അങ്ങനെ വചനത്തിന്റെ ഒരു പ്രകാശനമൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ എന്നെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഈ ഫ്രണ്ട് ജൂലിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ അക്കയുടെ അടുത്ത് പോയി നോക്കാം, ഇവരൊക്കെ എന്തൊക്കെയോ പ്രാപിച്ചിട്ടുണ്ട്, എല്ലാവരും കൈയടിച്ച് ആരാധിക്കുന്നു, ഇതെന്താണെന്ന് അറിയാൻ നമുക്കും പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ ഫ്രണ്ടും കൂടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സമയത്തൊന്നും എനിക്ക് ഫാസ്റ്റിംഗ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, ഉപവാസത്തെക്കുറിച്ച് ഇതൊക്കെ ഞാൻ ബൈബിള് തുറന്നു നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഉപവസിച്ചാൽ ഉപവാസമുണ്ടെന്നും ഒക്കെ. കാരണം ഞാൻ ജാക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് എനിക്ക് അറിയാവുന്നത് ആകപ്പാടെ നോയമ്പും പ്രാർത്ഥനയും അതൊക്കെ അറിയത്തുള്ളൂ. അപ്പം അവിടെ ചെന്നു അക്കയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരുപാട് ഹൃദയത്തിൽ ആഗ്രഹിച്ചു, ഉപവാസത്തോടെയാണ് ഞാനും ചെന്നത്. ആദ്യമായിട്ട് ഉപവസിച്ച് ഞാൻ അവിടെ ചെന്നിരുന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇവരനുഭവിക്കുന്ന ഈ ഒരു സത്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കും അനുഭവിക്കണം. അങ്ങനെ ഒരു കാര്യം അതായത് സത്യത്തിലും ആത്മാവിലും ഒരു ആരാധന ഉണ്ടെങ്കിൽ അത് എനിക്ക് അനുഭവിക്കണമെന്ന് ഞാനും ദൈവസന്നിധിയിൽ, യാക്കോബ് മല്ല് കെട്ടിയതുപോലെ ഞാനും ദൈവസന്നിധിയിൽ പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ എനിക്ക് എല്ലാവരും നാളുകളും ദീർഘനാളുകൾ എടുത്ത് അഭിഷേകം പ്രാപിക്കുന്ന അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അതൊക്കെ കർത്താവിന്റെ കൃപയാൽ അന്ന് എനിക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വലിയൊരു ശക്തി എൻ്റെ മേൽ വന്ന് ഞാൻ പുറകോട്ട് മറിഞ്ഞു പോയി. അങ്ങനെ ഞാൻ അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. എൻ്റെ സർവ്വശക്തനായ ദൈവം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യ ചെറുപ്രായത്തിൽ ഒരുക്കി തന്നതിന് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ഫ്രണ്ട് അന്നേരം അഭിഷേകം പ്രാപിച്ചില്ല. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ സ്നാനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അത് ഷണ്ടന്റെ ആ ഭാഗം ഒരു ദിവസം ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നപ്പോൾ എനിക്കും സ്നാനം എടുക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഇതിനോടിടയ്ക്ക് ഞാൻ വിശ്വാസത്തിന്റെ പേരിൽ എൻ്റെ പേരൻസ്, എൻ്റെ ഡാഡി എവറി വീക്കെൻഡിൽ എന്നെ കാണാൻ വരുമായിരുന്നു. കാരണം വീട്ടിലെ മൂത്ത മോളായതുകൊണ്ടും അപ്പൻ്റെ പ്രിയപുത്രി ആയതുകൊണ്ടും എപ്പോഴും ഡാഡിക്ക് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും കാണാൻ വരുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. ഡാഡി പറയാതെയാ വന്നു. അന്ന് ഡാഡി അറിഞ്ഞു ഞാൻ ജീസസ് കോൾസ് മിനിസ്ട്രി ബ്രദർ ദിനകരന്റെ പ്രയർ മീറ്റിങ്ങിന് പോയേക്കുവാന്ന്. അങ്ങനെ കണ്ടുപിടിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം അച്ഛൻ കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് വീട്ടിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിരുന്നു. അവർക്ക് ഡാഡി അങ്ങനെ ഭയങ്കര പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ലെങ്കിലും ഇതിനോടൊക്കെ എതിരായിരുന്നു. എൻ്റെ പേരൻസ് പിന്നത്തെ ആഴ്ച ഡാഡിയും മമ്മിയും എൻ്റെ ഗ്രാൻഡ് മദറും എല്ലാം കൂടെ വന്ന് എന്നെ ഒരു റൂമിൽ ഹോട്ടലിൽ മുറി എടുത്തിട്ട് എന്നെ കൊണ്ടുപോയി ഒരുപാട് ഇനി അങ്ങനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാട് എൻ്റെ ഗ്രാൻഡ് മദർ ഒടുവിലെ എൻ്റെ അമ്മച്ചി ഡാഡിയോട് പറഞ്ഞു, ഇനി അവളെ തല്ലിയാൽ അവൾ ചത്തുപോകുമെന്ന്. അതുപോലെ എന്നെ ഉപദ്രവിച്ചു. പക്ഷെ ഞാൻ അറിഞ്ഞ ഈ സത്യത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ഞാൻ എന്ത് വില കൊടുക്കുമെന്ന് ദൈവത്തോട് പറഞ്ഞു. കർത്താവേ, എനിക്ക് എല്ലാ ആഴ്ചയിലും എനിക്ക് ആരാധിക്കാൻ പോകണം, എനിക്ക് എൻ്റെ കർത്താവിനെ സേവിക്കണം. അങ്ങനെ ഞാൻ ഒരുപാട് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. ഒരു കർത്താവ് എന്നോട് കരുണ കാണിച്ച് എൻ്റെ ഡാഡിക്ക് വെർട്ടിഗോ ഇഷ്യൂ വന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാതെയായി. കാരണം യാത്ര ചെയ്യുമ്പോഴത്തേക്കും തല കറങ്ങി തനിയെ ഇങ്ങനെ ബാലൻസ് പോയി, എക്വിലിബ്രിയത്തിന് പ്രോബ്ലം, വെർട്ടിഗോ ഇഷ്യൂ ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിച്ച് എല്ലാ സൺഡേയിലും എനിക്ക് ചർച്ചിൽ പോകാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിന്റെ ശോധന എന്ന് പറയുന്നത് അത് വളരെയധികം. കർത്താവ് നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന കർത്താവല്ല.
എന്നാൽ നാം വിശ്വാസത്തിന് വില കൊടുത്ത് നിൽക്കുമ്പോൾ ഹാലലുയ ഈ സർവശക്തനായ ദൈവത്തിന്റെ ഈ വേദപുസ്തകം കയ്യിലെടുത്ത ഒരുവനെയും കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ താണു പോകും, നമ്മൾ അയ്യോ ഞാൻ വീണു പോകുമോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ശോധനയുടെ അവസ്ഥയിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ അവിടെയൊക്കെയും താങ്ങുന്ന കരങ്ങൾ നമ്മളെ താങ്ങി നടത്തും. എവിടെയും ലജ്ജിപ്പിക്കാതെ ഹാലലുയ കർത്താവിന്റെ ജീവനുള്ള വചനമെടുത്ത ഒരു വ്യക്തിയെയും കർത്താവ് ലജ്ജിപ്പിച്ചിട്ടില്ല. വചനത്തിലുടനീളം നമ്മളത് കണ്ടിട്ടുണ്ട്. ഹാലലുയ ഇന്നും കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായി നിൽപ്പാൻ എൻ്റെ കർത്താവ് എനിക്ക് അവസരം തരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എനിക്ക് പിന്നെ ഇത് മാത്രമായി ചിന്ത, എങ്ങനെ പഠിക്കാം, എങ്ങനെ എനിക്ക് കർത്താവിന് വേണ്ടി സമയം കർത്താവിനെ അധികമായി സ്നേഹിക്കാം. അപ്പൊ ഈ യേശുപ്പച്ചൻ അപ്പൊ ഇങ്ങനെ വെളിപ്പാട് എന്താണ്, ദർശനം എന്താണ്, ഇതൊന്നും എനിക്ക് അറിയാത്തൊരു ഇതാണ്. പക്ഷേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവിടെ പ്രയർ ഉണ്ടെങ്കിലും ഞാൻ ഓടിപ്പോകും. ഫിസിക്കൽ തെറപ്പി പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ അത്ര വലിയ സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നും അല്ല. അപ്പൊ പഠിക്കാതെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങത്തില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, വചനം കേൾക്കണം, ആരാധിക്കണം, ഇതൊക്കെ ആ ഒരു ചിന്തയായതുകൊണ്ട് ഞാൻ പഠനമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങി. അതായത് എവിടെ പ്രയർ ഉണ്ടെങ്കിലും തമിഴ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തമിഴ് പ്രയറിന് പോകും, ഇംഗ്ലീഷ് പ്രയറിന് പോകും, മലയാളം പ്രയറിന് പോകും. അപ്പൊ പിന്നെ പഠിക്കാൻ എപ്പോഴാ സമയം? പക്ഷേ എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന കർത്താവിനെ കുറിച്ച് ഞാൻ എവിടെയോ ആരുടെയോ ഒരു സാക്ഷ്യം കേട്ടു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക, അപ്പൊ എനിക്ക് പഠിക്കാൻ സമയമില്ല, യേശുപ്പച്ച എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തരണേന്ന്. ഞാൻ ഈയിടയിൽ അതായത് ഒരു 8-9 ഇയേഴ്സ് പുറകിൽ ഞാൻ കേട്ടു ഡോക്ടർ ജോർജ് കോവൂറിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന കർത്താവിനെ. അങ്ങനെ ഒരു കർത്താവിനെ സേവിപ്പാൻ എൻ്റെ ദൈവം എനിക്കും ഭാഗ്യം തന്നു. തലേ ദിവസം എൻ്റെ കർത്താവ് എനിക്ക് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാൻ തുടങ്ങി. എല്ലാവരും സ്റ്റഡി ലീവിനിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ അവിടെ എൻ്റെ വേറൊരു ഫ്രണ്ടിന്റെ കൂടെ പോയിരുന്ന് ടെറസിലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും അന്നത്തെ കാലത്ത് എൻ്റെ മുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചിരിക്കും. അതുപോലെ ഞാൻ ആത്മാവിൽ തുള്ളിച്ചാടി ഞാൻ ആരാധിച്ചിരുന്ന സമയത്ത് പഠിക്കാൻ നേരമില്ല. പക്ഷേ കർത്താവ് തലേ ദിവസം ക്വസ്റ്റ്യൻസ് കാണിച്ചു തന്ന് എന്നെ അവിടെയൊക്കെ കരകയറ്റി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം ഞാൻ ഇന്റേണൽ എക്സാമിന് എനിക്ക് അൾട്രാസൗണ്ടിന്റെ ഹൈ ഫ്രീക്വൻസി എക്സാമിന് എനിക്ക് ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ചുണ്ടനക്കിയതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ക്ലാസ് ഫസ്റ്റ് കിട്ടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുന്ന മാതാക്കൾ ഈ സൂമിലുണ്ടെന്ന്, വ്യക്തിജീവിതങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഒരുങ്ങുമ്പോൾ ഹാലലൂയ മുന്നമേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകലതും തരുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ തലമുറകൾക്ക് പഠിക്കാൻ കഴിവില്ലേ? കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവില്ലെന്ന് ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും. ഞാൻ സേവിക്കുന്ന കർത്താവ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന കർത്താവാണ്. ആ കർത്താവിനെ സേവിക്കുന്ന ഈ അമ്മയുടെ മക്കളെ കർത്താവ് ലജ്ജിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും. അങ്ങനെ ആ കോഴ്സൊക്കെ പഠിച്ച് ഞാൻ ഫസ്റ്റ് 6 months ഞാൻ അനാറ്റമിക്ക് ഞാൻ ഫെയിലായി. പക്ഷെ പിന്നീട് അനാറ്റമി ലെക്ചറർ ആകാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ ആ 6 months ഫെയിലായപ്പോഴത്തേക്കും എല്ലാവരും എന്നെ കളിയാക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ നീ ഫെയിലായല്ലോ, നീ ഇത്രയും ദൈവത്തിന്റെ പുറകെ നടന്നിട്ട് എന്തുകൊണ്ട് നീ ഫെയിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് അനേകരുടെ കുത്തുവാക്കുകൾ ഞാൻ എൻ്റെ ഫെലോ സ്റ്റുഡൻസിന്റെ ഒക്കെ കാതിൽ ചെവിയിൽ അവർ പറയുന്നത് എൻ്റെ കാതിലെത്തി. പക്ഷെ പിന്നീട് അത് ദൈവം എനിക്ക് നന്മയ്ക്കാക്കി തീർത്തു. ഈ രാജ്യത്ത് വരാനായിട്ട് US കർത്താവിന്റെ കൃപയാൽ വരാനായിട്ട് നമുക്ക് മിനിമം 4 years നമുക്ക് ബാച്ചിലേഴ്സിന്റെ ഡിഗ്രി വേണം. ഞങ്ങൾ പഠിച്ച പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 years ഉള്ളൂ. പക്ഷെ ഞാൻ അവിടെ ആ 6 months ഫെയിൽ ആയതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 4 years ക്രെഡിറ്റ് കിട്ടി. അങ്ങനെ എനിക്ക് ഈ ദേശത്ത് വരുവാൻ കർത്താവ് ഇടയാക്കി. പ്രിയ ദൈവമക്കളെ, ചില സമയത്ത് നമ്മുടെ തകർച്ചയെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു നിന്നാപാത്രമാകാൻ ഇടയാകുമായിരിക്കും. പക്ഷേ പിന്നീട് അത് കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും. അന്ന് എനിക്കത് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് പേപ്പർ വർക്ക് ഒക്കെ നടത്തിയ സമയത്ത് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ആ 6 months അവിടെ പോയത് കർത്താവ് അത് നന്മയ്ക്കാക്കി തീർത്തുന്നത്. എന്ത് കാര്യങ്ങളും നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന സമയത്ത് കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി നന്മയ്ക്കാക്കി തീർത്തു തരുമെന്ന് അടിയൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഈ ദേശത്ത് വരുവാനായിട്ട് ഞാൻ എന്താ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഓരോ സ്ഥാനത്ത് എത്തുവാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ ചിലപ്പോൾ നമുക്ക്
സാമ്പത്തികമായിട്ട് അതിനുള്ള വഴികൾ കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്പൗസ് ആയിരിക്കത്തില്ല നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള തകർച്ചയിലൂടെയൊക്കെ പോകുന്ന അമ്മമാരോട് ഞാൻ ഈ സൂമിലിരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കാരണം പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഭരമേൽപ്പിച്ച് അപ്പന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കർത്താവ് പിന്നെ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിശ്വസ്തയോടെ അപ്പൻ ദാനമായി തന്ന കുഞ്ഞുങ്ങളെ അപ്പന്റെ കരത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി കരുതുവാൻ എന്റെ സർവ്വശക്തനായ ദൈവം, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി എന്റെ സർവ്വശക്തനായ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ തലമുറകൾക്ക് വേണ്ടി ഒക്കെ കരയുന്ന അമ്മമാരോട് ഞാൻ പറയാണ്, വിശ്വാസത്താൽ അപ്പന്റെ കരത്തിലേക്ക് നമുക്ക് ദാനമായി തന്ന നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി കരുതിക്കൊള്ളും. യഹോവ ഈരെ, എന്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എനിക്കറിയാം എനിക്ക് 45 മിനിറ്റ്സേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. കർത്താവിന്റെ കൃപയാൽ അങ്ങനെ ഈ ദേശത്തെത്തുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ഇന്റർവ്യൂവിന് പോയ സമയത്തൊക്കെ ഒരുപാട് ശോധനകൾ ഉണ്ടായി. 7 ദിവസം മദ്രാസ് എംബസിയിൽ 6 ദിവസം കഷ്ടപ്പെട്ടു. കാരണം H1 ജോബ് വിസയിലാണ് ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. അപ്പം കല്യാണം കഴിച്ചത് എൻ്റെ പേരൻസ് എന്ത് ചെയ്താൽ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു പേരൻസിനോട് രക്ഷിക്കപ്പെട്ട ഒരാളെ വേണമെന്ന്. അവർക്ക് രക്ഷ എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത എൻ്റെ ഡാഡി എന്നെ കളിയാക്കി പറഞ്ഞു, നിന്നെ കെട്ടാൻ പ്ലാസ്റ്റർ വരുമെന്ന്. ഞാനൊരു അവിശ്വാസിയാണ് വിവാഹം കഴിച്ചതെങ്കിലും 30 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ ഓരോ പാസ്റ്റർമാരെ ഇതിനകത്ത് ഇരിക്കുന്നവരെ കാണുമ്പം ഞാനും പ്രാർത്ഥിക്കും. പാസ്റ്റർ പ്രകാശ് ശങ്കരത്തിൽ നിന്ന്, ഹസ്ബൻഡിന്റെ പേര് പ്രകാശ് എന്നാണ്. എൻ്റെ കർത്താവ് അച്ചാച്ചനെയും ഒരു ദേവദാസനാക്കി, ഒരു സുവിശേഷകനാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് അവിശ്വാസിയെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക്, കാരണം പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു, എൻ്റെ വീട്ടിലും അറിയത്തില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നറിയാം, അവർക്ക് സ്നാനപ്പെട്ട കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ചില വിവിധ കാരണങ്ങളാൽ എനിക്കത് കാരണം പറഞ്ഞാലും എൻ്റെ പേരൻസിന് മനസ്സിലാകത്തില്ല. പിന്നെ ഡാഡിക്ക് പെട്ടെന്ന് ഒരു കാർഡിയാക് ഇഷ്യൂ വന്ന് ICUവിലായപ്പോഴാണ് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് നിന്റെ വിശ്വാസമായിരിക്കും വലുത്, പക്ഷേ ഒരു ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ, 2 കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ ഒടുവിൽ ഡാഡിയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ എനിക്ക് കൂട്ടാളിയായി തരണമേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിലും ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കുറഞ്ഞു പോയത് കൊണ്ടോ എൻ്റെ അവിശ്വാസം കൊണ്ടോ ഞാൻ ഇങ്ങനെ ഒരു അവിശ്വാസിയായ കൂട്ടാളിയെ ആണ് എനിക്ക് ദൈവം തന്നത്. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ നീതിയുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ അവന്റെ പക്ഷമല്ല, അവൻ എൻ്റെ പക്ഷം ചേരുമെന്നുള്ളത് എന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് ഇന്റർവ്യൂവിന് പോയി 6 ദിവസം മദ്രാസ് എംബസിയിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒടുവിൽ ആ ആഗ്രഹത്തെയൊക്കെ ഉപേക്ഷിച്ചു. കാരണം ഞാൻ എൻ്റെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി എനിക്കിനി പോയില്ലെങ്കിലും വേണ്ടുകയില്ല. അപ്പം ഞാൻ പക്ഷേ ദൈവത്തോട് ഒന്ന് പറഞ്ഞു, 5th ഗ്രേഡ് മുതൽ ഞാൻ ദൈവത്തോട് പറയുന്ന, കർത്താവേ ഈ ദേശത്ത് എന്നെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ അനേകരെ സഹായിക്കുവാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, എനിക്ക് വലുതായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മറ്റുള്ളവരെ സഹായിക്കാനോ, അങ്ങനെ എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി തരണമെന്ന് ഞാൻ 5ാം ക്ലാസ് മുതൽ കഞ്ഞിയും വയറും കുടിച്ചാണെങ്കിൽ ഞാൻ ഈ ദേശത്ത് പാർത്തോളാന്ന് ഞാൻ യേശുപ്പച്ചനോട് പറയുമായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദേവദാസൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദേവദാസൻ എൻ്റെ തലയിൽ കൈവച്ച് അന്ന് പറഞ്ഞു, നീ കടന്നു പോകുന്ന ദേശത്ത് കർത്താവ് നിന്നെ മാനിക്കും, നീ ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിച്ച് നീ കർത്താവിന്റെ വേല ചെയ്യുമെന്ന്. ഞാൻ അതെല്ലാം കേട്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചുവെങ്കിലും പിന്നീട് ദേശത്ത് വന്ന് ജോലിയായി, അങ്ങനെ മറ്റു പ്രാരാബ്ദങ്ങളൊക്കെ ആയി ഞാനതങ്ങ് മറന്നുപോയി. പക്ഷേ കർത്താവ് ഒരു വാഗ്ദത്തം നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾവേസ് കർത്താവിന്റെ പ്രോമിസസ് ഈസ് ഓൾവേസ് യെസ് ആൻഡ് ആമേൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ദേശത്ത് വന്ന് ഞാൻ ഇതിനോടിടയ്ക്ക് ഞാൻ ഈ ദേശത്ത് വന്നിട്ട് എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. ഞാൻ H1 വന്നത്. അച്ചാച്ചനെ ഡിപ്പെൻഡന്റ് ആയി വന്നു. അപ്പം 18 months ആയിരുന്നു എനിക്ക്. 2 years, ലെസ് ദൻ 2 years ആയിരുന്നു എൻ്റെ വിസ. അപ്പൊ അതിനോടിടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ബോർഡ് എക്സാം പാസ്സാകണം. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഇന്ന് പറയാൻ സാധിക്കും, നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന സമയത്താണ് കർത്താവ് നമുക്ക് വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തുണ
നിന്ന് നമ്മുടെ സകല ബലഹീനതകളിലും നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഇവിടെ വന്ന് ലോകത്തിന്റെ പുറകെ ഞാൻ പോയോ എന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിന്റെ യേശുപ്പച്ചന്റെ അടുത്ത് എന്നും രാവിലെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും അന്യഭാഷ പോകുമോ എന്നുള്ള പേടി എനിക്കുള്ളതുകൊണ്ട് എന്നും അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ വിശ്വാസത്തിന്റെ ശോധന വന്നപ്പോഴത്തേക്ക് ഞാൻ അച്ചാച്ചന്റെ കൂടെ എനിക്ക് യാക്കോബായ പള്ളിയിൽ പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരികയും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇതിനോടിടയ്ക്ക് എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ വന്നു. ഞാൻ മിഷിഗൻ സ്റ്റേറ്റിൽ പാസ്സായില്ല, വേറെ 2 സ്റ്റേറ്റിൽ ഞാൻ പാസ്സായി. പക്ഷേ വിസയുടെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദേശത്ത് ഈ മിഷിഗണിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വിസയ്ക്ക് ഇഷ്യൂ ആയി, വിസ എക്സ്പയർ ആയി. അപ്പം രണ്ടാമത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാം ക്ലിയർ ചെയ്യാതെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നങ്ങളാകാൻ തുടങ്ങി. കാരണം ഡിപ്പെൻഡന്റ് വിസയിൽ നിൽക്കുന്ന അച്ചാച്ചന് ഈ ദേശത്ത് ഞങ്ങൾക്ക് 2 പേർക്ക് നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി. ഇപ്പൊ ഞാൻ പാത്തും പതുങ്ങി വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദേവദാസനെ ഈ ദേശത്ത് പരിചയപ്പെടാൻ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നു. തോമസ് പാസ്റ്റർ എന്നാണ് ആ പാസ്റ്ററിന്റെ പേര്. അങ്ങനെ ആ കുടുംബം എന്നെ ഓരോരുത്തർക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അതെന്റെ വീട്ടിൽ കണ്ടുപിടിച്ചു. ഇപ്പൊ വിശ്വാസത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ തുടങ്ങാൻ തുടങ്ങി. അപ്പം അച്ചാച്ചന്റെ ഉപ്പാപ്പൻ എന്ന് പറയുന്നത് ഒരു അച്ഛനാണ്. പുള്ളിക്കാരൻ അവരെ കണ്ടുപിടിച്ചു, കുടുംബത്തിൽ പ്രശ്നമാകാൻ തുടങ്ങി. അങ്ങനെ ആ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് കൂടി. 2 എനിക്ക് തലമുറകൾ ഉണ്ടാകാത്ത വിഷയം അതൊക്കെയായി. ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഈ ദേശത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഉപ്പാപ്പൻ പറഞ്ഞു, ഇവളെ കെട്ടിയിട്ട് നിനക്ക് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല, നിനക്ക് വിസയില്ല, തലമുറയില്ല, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഇവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ദേശത്ത് ഒരു മദാമയോ ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ വിസ ഉറപ്പാക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാനിത് ഓപ്പണായി പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, അപ്പൊ ഞാൻ കേൾക്കുന്ന ദൂതുകളും വാഗ്ദത്തങ്ങളും ഒക്കെ എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാർ എന്നോട് സംസാരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ കയ്യിലെത്തി. അപ്പൊ ഞാൻ നാട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഡാഡിയെ വിളിച്ചു പറഞ്ഞു, ഇവള് ഇങ്ങനെ ഞങ്ങള് യാക്കോബായ വിശ്വാസത്തിൽ ഉള്ള ഒരു പെണ്ണാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷേ ഇങ്ങനെ ഞാൻ ഈ പെന്തക്കോസ് വിശ്വാസത്തിൽ അങ്ങനെ ആരാധനയ്ക്കൊക്കെ പോകുന്നത് കൊണ്ട് ഇവരുടെ കുടുംബത്തിന് മാനക്കേടാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് എന്നെ ഉപേക്ഷിക്കാൻ പുള്ളിക്കാരൻ തീരുമാനിച്ചത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല. അപ്പൊ ഡാഡി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളെ നാട്ടിലോട്ട് കയറ്റി വിട്ടു, ഞങ്ങൾ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞു, യേശുപ്പച്ച, എനിക്ക് മുന്നും നോക്കാൻ ഒന്നുമില്ല, ഒരു കുഞ്ഞിനെയെങ്കിലും എന്റെ കർത്താവ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് ആ ഒരു ഐ ഹാവ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഗൾഫിൽ നിന്ന് വന്ന ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, കർത്താവിന്റെ നീതിയുള്ള വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് കർത്താവ് കൂട്ടി യോജിപ്പിച്ചതിനെ വേർപിരിക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വചനമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം അതൊക്കെ കാണുന്ന ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ 21 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ, കാരണം പോകാൻ അധികം നാളില്ല. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ അച്ചാച്ചൻ രാവിലെ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും, കർത്താവ് എനിക്കൊരു തലമുറയെ തരണം. ആ സമയത്ത് ഞാൻ പ്രയർ ഗ്രൂപ്പിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു ആന്റി, ഒരു സൂസി ആന്റി എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്, ആ ആന്റിയെ പരിചയപ്പെട്ടു. ആന്റിയാണ് എനിക്ക് കർത്താവിന്റെ വചനം സാംസ് 127:3 കാണിച്ചു തന്ന, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണെന്നുള്ള ആ വചനം. എന്നിട്ട് ആന്റി ഒരു നേഴ്സാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അനാറ്റമി, റീപ്രൊഡക്റ്റീവ് ഓർഗൻ വരച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് കർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ദൈവത്തിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ ചിറക് നമ്മൾ വിരിക്കുന്നതിനെ കുറിച്ചാണ് ആ ആന്റി എനിക്ക് മനസ്സിലാക്കി തന്നത്. ഞാൻ ഈ അച്ചാച്ചൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പടം വരച്ച് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ, ഇതിനകത്ത് എത്ര പേര് നഴ്സസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിത് കർത്താവിനെ വിളിച്ച് ഞാനിത് കാണിക്കും, എങ്ങനെ സ്പേം ട്രാവൽ ചെയ്യുന്നു, എങ്ങനെ അത് ഓവം, എങ്ങനെ ഓവറിയും സ്പേമും വന്ന് എങ്ങനെ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് സൈഗോട്ട് ആകുന്നു. ഇതൊക്കെ ഞാൻ കർത്താവിനെ എന്നും പറഞ്ഞു കേൾപ്പിച്ച് ഞാൻ ശമൂവേലേ എന്ന് വിളിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഈ വചനം കർത്താവിനോട് പറയും, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം എന്ന്. ഈ ഗൾഫിൽ നിന്ന് വന്ന ദൈവദാസനാണ് അടിയനോട് പറഞ്ഞത്, നിനക്ക് തലമുറ 3 ദൈവം തരുന്നതെന്ന്. പ്രിയ ദൈവമക്കളെ, സാറ് ചിരിച്ചതുപോലെ ഞാനും അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാനും ചിരിച്ചു. കർത്താവ്, ഈ ഡിവോഴ്സ് പേപ്പറും പിടിച്ചു നിൽക്കുന്ന എനിക്ക് ഒന്നുകിൽ ഒരു ട്രിപ്ലറ്റ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ എങ്ങനെ തലമുറ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഒരു ഒക്ടോബർ 7 ദിവസം ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, അന്ന് കർത്താവിന്റെ കൃപയാല്
ഞാൻ ഒക്ടോബർ 7-ാം തീയതി എൻ്റെ ദൈവം പറഞ്ഞ ആ വാക്കിനെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ കർത്താവിന് ഒരു രാത്രി കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, അടിയന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കൊച്ചുമക്കളെ കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ഇന്ന് ആത്മാവിൽ വിവേചിച്ചുകൊണ്ടൊരു ദൂത് അറിയിക്കുകയാണ്. കർത്താവ് നമ്മളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൻ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി നടത്തിയതിനു ശേഷം എൻ്റെ ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ വലിച്ചു കീറിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. അങ്ങനെ മൂത്ത തലമുറയെ തന്നുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തെ പണിയുവാൻ തുടങ്ങി. വീണ്ടും പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പേടിച്ചും വിറച്ചുമാണെങ്കിലും ഒക്കെ കർത്താവിന്റെ കൃപയാൽ ഞാൻ പാത്തും പതുങ്ങി വീണ്ടും പ്രയറിനൊക്കെ പോകാൻ തുടങ്ങി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ മൂർധന്യത്തിൽ എത്താൻ തുടങ്ങി. ഞങ്ങളുടെ വിസയ്ക്ക് അന്നേരവും ഞങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഈ രാജ്യത്ത് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മൊർദെഖായിക്ക് വേണ്ടി രാജാവിന്റെ ഉറക്കം കെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. മൊർദെഖായിക്ക് വേണ്ടി നിയമത്തെ മാറ്റിമറിച്ചു എന്ന് ഞാൻ തിരുവചനത്തിൽ ഒരു വേഴ്സ് കണ്ടു. ഞങ്ങളുടെ വിസയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി കാരണം എക്സാം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് ഒരു രീതിയിലും വിസ റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ക്ലിന്റൺ ഒരു ലോ പുറപ്പെടുവിച്ചു. അതായത് ഈ ദേശത്ത് നമ്മളൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ $1000 നമ്മൾ ഫൈൻ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് വിസ റിന്യൂ ചെയ്യാമെന്നുള്ളൊരു നിയമം ഇതുവരെയും അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ആ നിയമത്തെ മാറ്റിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരു എംപ്ലോയറിനെ കിട്ടി. ഈ വിസയുടെ ഈ ഫൈൻ അടച്ച് ഞങ്ങളുടെ വിസ റിന്യൂ ചെയ്യാൻ കർത്താവ് അവസരം ഒരുക്കി തന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാണോ? എന്തെങ്കിലും വിസയുടെ ഇഷ്യൂസ് ആയിട്ട് റിന്യൂ ചെയ്യാൻ സാധിക്കാത്ത അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എസ്തറിന് വേണ്ടി ഹല്ലേലൂയ കൊഞ്ചങ്കോൽ രാജാവ് നീട്ടിയതുപോലെ ഒരു രാത്രി മുഴുവൻ രാജാവിന്റെ ഉറക്കം കെടുത്തി മൊർദെഖായിക്ക് വേണ്ടി നിയമത്തെ മാറ്റിക്കുറിച്ച സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്ലിന്റനെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും ആ വ്യക്തിയിലൂടെയാണ് എന്നെ പോലെ അനേകർ ഒരുപക്ഷെ കാണുമായിരിക്കും. എനിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഇതുപോലെ നാമും പ്രാർത്ഥിക്കണം. നിയമത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ഡിവോഴ്സ് പേപ്പർ കിട്ടാൻ ഇടയായത് വീണ്ടും വിശ്വാസത്തിന്റെ ശോധന വന്നുകൊണ്ടാണ്. 2018 എനിക്ക് ഒടുവിലത്തെ ഡിവോഴ്സ് പേപ്പർ കിട്ടിയത്. അതും വിശ്വാസത്തിന്റെ പേരിലായിരുന്നു. പാചാച്ചൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോവുകയാണ്. കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു, ഞാൻ പോവുകയാണ് ഇവിടുന്ന്. കാരണം ഒരു രീതിയിലും നിങ്ങളുടെ മമ്മയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഈ രാജ്യത്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു സിംഗിൾ പേരന്റിന് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് 2 പെൺകുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ തന്ന ഈ കുടുംബജീവിതം അത് തകർക്കാൻ ശത്രു എത്ര ശ്രമിച്ചാലും അതിനെ പണിയുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ 21 ദിവസം ഉപവസിച്ചു. നാം ഇന്ന് ഈ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ച കോവിഡ് എന്ന മഹാമാരിയെ കൊണ്ടുവന്നാണ്. എനിക്ക് ആദ്യമേ കോവിഡ് വന്നു. അതിനുശേഷം ഞാൻ ക്ലോസ് ടു 6 വീക്സ് ഞാൻ കോവിഡ് വന്ന് കടന്നു. കോവിഡ് വന്ന് ഈ രാജ്യം മൊത്തം അടച്ചിട്ടപ്പോൾ അച്ചാച്ചൻ നാട്ടിൽ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പോഴാണ് ഈ കോവിഡ് വന്നത്. പുള്ളിക്കാരൻ എങ്ങും പോകാൻ സാധിച്ചില്ല. ഒരു സ്വന്തം സഹോദരന്റെ മോടെ കല്യാണത്തിന് പോലും ഈ കനേഡിയൻ ബോർഡർ കടക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. അങ്ങനെ ഇവിടെ ഇട്ടുകൊണ്ട് പുറം ലോകം കാണിക്കാതെ കർത്താവ് ഈ ദേശത്ത് തന്നെ റൂമിൽ തന്നെ പിടിച്ചിട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കോവിഡ് എന്ന മഹാമാരി അനേകരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അടിയന്റെ ജീവിതത്തെ അത് ദൈവം പണിയാൻ വേണ്ടിയായിരുന്നു. അന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പനോട് ഞാൻ പറഞ്ഞു, യേശുപ്പച്ചാ, എനിക്ക് എൻ്റെ കുടുംബമല്ല, എൻ്റെ തലമുറകളല്ല എനിക്ക് വലുത്, പ്രിയപ്പെട്ടവനല്ല വലുത്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളാമെന്ന് ഞാൻ ദൈവത്തെ
ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ എന്നോട് അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു, അച്ചാച്ച ഇനി മുതൽ ഞാൻ യാക്കോബ പള്ളി വരത്തില്ല. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളും പറഞ്ഞു ഇനി ഞങ്ങള് ആ പള്ളിയിൽ ഇനി പോകത്തില്ല. അങ്ങനെ 2018 മുതൽ ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഞാനും കുഞ്ഞുങ്ങളും ഇന്ന് കർത്താവിന്റെ കൃപയാൽ അസംബ്ലീസ് ഓഫ് ഗാഡ് ഇവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. മൂത്ത മോൾക്ക് മലയാളം അറിയാൻ, ഇളയ രണ്ടുപേർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായി നിൽപ്പാൻ എന്റെ സർവശക്തനായ ദൈവം കൃപ തരുന്നു. ഇതിനിടയ്ക്ക് പറഞ്ഞു കൊള്ളട്ടെ, അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി പോയി. മ്യൂട്ടായി പോയി, അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നില്ല. അത് മ്യൂട്ടായിരിക്കും, അൺമ്യൂട്ട് ചെയ്യട്ടെ. സോറി. കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. കണ്ടിന്യൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹസ്ബൻഡ് ഇടയ്ക്ക് വന്നു, അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കുക. ഞാൻ ഇതിനോടിടയ്ക്ക് പറഞ്ഞു കൊള്ളട്ടെ, മൂന്നാമത്തെ എൻ്റെ തലമുറയെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു വലിയ കാർ ആക്സിഡന്റ് സംഭവിച്ചത്. അതായത് ഞങ്ങളുടെ കാറിന്റെ ഫ്രീ ഓൺ ഫിക്സ് ചെയ്യാനായിട്ട് എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഫ്രീ ഓൺ തനിയെ ഈ എന്താ ലൈബ്രറി പോയി ബുക്കൊക്കെ നോക്കി തനിയെ ഈ എയർ കണ്ടീഷൻ ഫിക്സ് ചെയ്യുവാനായിട്ട് അച്ചാച്ചൻ അതിനൊരു സംരംഭം നടത്തി. അതിന്റെ തലയാഴ്ചയിൽ അച്ചാച്ചനും അച്ചാച്ചന്റെ കസിനും അവരുടെ വണ്ടിയുടെ എയർ കണ്ടീഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ ഓർത്തു തന്നെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഇത് എയർ കണ്ടീഷൻ ഫിക്സ് ചെയ്യാനായിട്ട് നോർമലി ഞാൻ എൻ്റെ ജോലി സ്ഥലത്തിനടുത്താണ് വീട്. അപ്പം ലഞ്ച് ബ്രേക്കിന് ഞാൻ വരാറുണ്ട്. അപ്പൊ ഞാൻ അന്ന് വിളിച്ച സമയത്ത് അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോവാ, അതുകൊണ്ട് നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഞാനത് വിശ്വസിച്ചു. രാവിലെ ഞാൻ രണ്ട് മക്കളെയും കൊണ്ട് ഞാൻ അവരെ ബേബി സെറ്റിന് അടുത്ത് കൊണ്ടുപോകാനായിട്ട് പോയ സമയത്ത് ഞാൻ പുള്ളിക്കാരൻ ഇത് വരച്ചു വെച്ചേക്ക് നോക്കി ഞാൻ കണ്ടു. എങ്ങനെ എയർ കണ്ടീഷനകത്ത് ഇത് എന്തോ ഫ്രീ ഓൺ ഫിക്സ് ചെയ്യണം, എങ്ങനെ ഫ്രീ ഓൺ നിറയ്ക്കണം എന്നുള്ളതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, പുള്ളിക്കാരൻ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇത് പറയണോ, ഇതൊന്നും ഫിക്സ് ചെയ്യേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇത് ചെയ്യാമെന്ന് പറയണോന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ തിരക്കിനിടയ്ക്ക് ഞാൻ ഓടി അങ്ങ് പോയി കുഞ്ഞുങ്ങളെ കൊണ്ട്. അതിനുശേഷം ലഞ്ച് ബ്രേക്കിന് വരാനിരുന്ന സമയത്ത് അച്ചാച്ചൻ പറഞ്ഞു, ഞാൻ നേരത്തെ ജോലിക്ക് പോവുക, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് വിശ്വസിച്ചു. ഞാൻ റൈറ്റ് സൈഡിലോട്ട് വണ്ടി തിരിക്കേണ്ടി വരാൻ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ച് ബാങ്കിൽ പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഞാൻ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു. വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് വരണം, എൻ്റെ ഹസ്ബൻഡിന്റെ സർജറിക്ക് വേണ്ടി കൺസെന്റ് സൈൻ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട ഉടനെ ഞാൻ ചിന്തിച്ചു, എന്ത് ചെയ്തതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഓർത്തു കാല് വല്ലതും ഒടിഞ്ഞതോ അങ്ങനെ വല്ലതും ആയിരിക്കും. കാരണം ഈ രാജ്യത്ത് നമ്മുടെ ഫാമിലിയുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് സർജറി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ഓടിപ്പടച്ച് ഞാൻ ഓടിച്ചെന്ന സമയത്ത് എനിക്ക് എവിടെയാ എവിടെയാണ് ഇതൊന്നും അറിയത്തില്ല. ഞാൻ വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയ ഉടനെ അവിടെ ഇരുന്ന സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു, എമർജൻസി ആയിട്ട് ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ നിനക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഏകദേശം 9 മണിക്കൂറോളം, അപ്പൊ അതിനിടയ്ക്ക് ഒരു 1.5 hours കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഇറങ്ങി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് ഫ്രീ ഓൺ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്തതാണ്, എയർ കണ്ടീഷൻ ആ ഒരു വലിയ മെറ്റൽ വാൽവ് അടിച്ച് തലയിൽ കയറിയിട്ട് ഇപ്പൊ ഒരു മേജർ സർജറി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്നൊന്നും ഈ ഡോക്ടറിന് അറിയത്തില്ലായിരുന്നു. ഡോക്ടർ ഞാൻ ഇത് കേട്ട് ഞാനങ്ങ് ബോധം മറിഞ്ഞ പോലെ ഞാനങ്ങ് ലൈക്ക് ഐ ഫെൽ ബാക്ക്വേർഡ്സ്. അപ്പൊ ഈ ഡോക്ടർ ചോദിച്ചു അവിടെ നിന്നവരോട്, അവര് പറഞ്ഞു ഇവൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാം കൂടെ എന്നെ അവിടെ പിടിച്ചിരുത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു 9.5 hours കഴിഞ്ഞ് ഇവരെന്നെ അകത്ത് കയറ്റി കാണിച്ചു. ആ സമയത്ത് ഞാൻ അച്ചാച്ചനെ കാണുന്നത് വെന്റിലേറ്ററിലാണ്, ഒത്തിരി ഡ്രെയിനേജ് ട്യൂബ് ഒക്കെ ഇട്ട് കിടക്കുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് ഇത്രമാത്രം പറഞ്ഞു, ഇറ്റ് ഇസ് എ വെരി ലൈഫ് ത്രെറ്റനിങ് സർജറി, രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. എനിക്ക് അന്നേരം ദൈവത്തിലല്ലാതെ മറ്റാരും ഒരു ആശ്രയമില്ല.
ഈ ഇസക്കിയാവ് ദൈവത്തിന്റെ ചുവരിനോട് മുഖം തിരിച്ച് യേശു പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ അച്ചാച്ചന്റെ ആയുസ്സിനെ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അച്ചാച്ചനെ നിവേദിച്ചു കൊള്ളാം എന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞു. എൻ്റെ ദൈവം അത്ഭുതമായിട്ട് എന്താ പറയുക, മെഡിക്കൽ ഫീൽഡിന് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കർത്താവ് ചെയ്തു തന്നു. ഞാൻ ഏകദേശം 72 hours-ഓളം വെന്റിലേറ്ററിൽ കടന്നു. അതിനുശേഷം 2 weeks-ഓളം കോമയിലായിരുന്നു. 3 years കണ്ടിന്യൂസ് ആയിട്ട് ന്യൂറോ ട്രോമ സെന്ററിൽ ഭാഷ പോലും അറിയാൻ പറ്റാതെ പോലെ അത്രയും എന്താ പറയാ, ലൈക്ക് ഒരു അത്രയും ദയനീയമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോലും എൻ്റെ കർത്താവ് ജീവിതത്തിലേക്ക് അച്ചാച്ചനെ തിരിച്ചു കൊണ്ടുവന്നു. കാരണം മെഡിക്കൽ ഫീൽഡിന് ഒരു അത്ഭുതമായിരുന്നു അച്ചാച്ചന്റെ എന്താ ലോകത്തിലേക്കുള്ള മടങ്ങി വരവ്. കാരണം ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അതിശയമായിട്ടായിരിക്കുന്നത്. കാരണം ഒരു രീതിയിൽ രക്ഷപ്പെടത്തില്ലെന്ന് മെഡിക്കൽ ഫീൽഡ് തന്നെ വിധി എഴുതിയ സ്ഥാനത്താണ് കർത്താവ് ആയുസ് കൊടുത്ത് അച്ചാച്ചനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. നമ്മുടെ സർവശക്തനായ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ജീവന്റെയും മരണത്തിന്റെയും താക്കോല് കർത്താവിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ സർവശക്തനായ ദൈവം അച്ചാച്ചന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം ആ വലിയ മെറ്റൽ വാൽവ് അടിച്ച് തലയിൽ കയറി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അഫക്റ്റ് ആയത്. ബിഹേവിയറൽ പ്രോബ്ലംസ് ഒരുപാട്, ഇന്നും ഒത്തിരിയും പ്രോബ്ലംസ് ഉണ്ട് അച്ചാച്ചന്. പക്ഷെ അത് 13 വർഷത്തോളം ജോലി ഇല്ലാതെ ഇരുന്നു. ഇതിന്റെ മധ്യത്തിലും എൻ്റെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മോനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 6.5 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഈ ഇത്രയും വലിയൊരു മേജർ ആക്സിഡന്റ് അച്ചാച്ചന് സംഭവിച്ചത്. അപ്പം ഡോക്ടേഴ്സിനൊക്കെ എൻ്റെ ഉദരത്തിലിരിക്കുന്ന പൈതലിനെ കുറിച്ചും അവർക്കും ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം ഇത്രത്തോളം ട്രോമയിൽ കൂടെ പോയ ഒരാൾക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ കുറിച്ചൊക്കെ അവർ പറയുമായിരുന്നു. ഒന്നുകിൽ നോർമലായിട്ടുള്ള ഒരു ബേബിയെ കിട്ടാൻ വളരെ സാധ്യതകൾ കുറവാണ് എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഞാൻ അപ്പൻ്റെ സന്നിധിയിൽ യേശുപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ യേശുപ്പച്ച, എൻ്റെ കുഞ്ഞിന് 18 വയസ്സാകുന്നതിന് മുമ്പായി ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന് അപ്പൻ്റെ സന്നിധിയിൽ ഞാൻ നിവേദിച്ചു കൊള്ളാമെന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആരോഗ്യത്തോടെ ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്കൊരു ആരോഗ്യത്തോടെ ഒരു പൈതലിനെ തരുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അവനെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിവേദിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിക്കുമെന്ന്. ഈ കോവിഡ് കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബൈബിൾ പഠിക്കാനും MD എടുക്കാനുമായിട്ടൊക്കെ ദൈവം ഓൺലൈനിൽ എനിക്കൊരു അവസരങ്ങൾ ഒരുക്കി തന്നു. അത് എന്നെ വചനം പഠിക്കാനായിട്ട് സഹായിച്ചത് ഞാൻ ഈ ഡെയിലി മെസ്സേജസ് ഷാജിയം പോൾ പാസ്റ്റർ എന്ന് പറയുന്ന പാവവിഷനിൽ അറിയപ്പെടുന്ന ദേവദാസനിലൂടെയാണ് എനിക്ക് കർത്താവ് അതിനൊരു അവസരം ഒരുക്കി തന്നത്. പാസ്റ്ററാണ് എന്നെ വചനം പഠിപ്പിച്ചതും. ഇന്ന് ശുശ്രൂഷകരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്താനായിട്ട് എനിക്കൊരു അവസരം അതിനുവേണ്ടി കർത്താവ് ഒരുക്കി തന്നത് ഈ ദേവദാസനിലൂടെയാണ്. എന്നെ വചനം പഠിക്കാനും അതുപോലെ എൻ്റെ തീസിസ് ഒക്കെ എഴുതാനൊന്നും ഒരു കഴിവില്ലാത്ത എനിക്ക് അതെല്ലാം എന്നെ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒക്കെ ഷാജി പാസ്റ്ററും പാസ്റ്ററിന്റെ ബ്രദർ അജി പാസ്റ്ററും ഒക്കെയാണ് എന്നെ സഹായിച്ചത്. അങ്ങനെ എനിക്ക് 2022 ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി തന്നു. നാട്ടിൽ പോകാനായിട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നെങ്കിലും എൻ്റെ സർവശക്തനായ ദൈവം ഞാനിവിടെ ഒരു പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പ്രയർ ഗ്രൂപ്പിലെ ഒരു ഫാമിലിക്ക് വേണ്ടി ദൂത് പറഞ്ഞ് അവരെനിക്ക് അവരുടെ ആ ഒരു ദൂതിന്റെ സാക്ഷാത്കാരമായിട്ട് അവരെനിക്ക് സർപ്രൈസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, എനിക്കും മോനും. അങ്ങനെ അവസരങ്ങളൊന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. എനിക്ക് മോന് നാട്ടിൽ പോകുവാനും എനിക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ കുഞ്ഞിനെ ഷാജി പാസ്റ്ററിന്റെ ചർച്ചിൽ കൊണ്ടുപോയി ഡെഡിക്കേറ്റ് ചെയ്യുവാനും സാക്ഷ്യം പറയാനും ഒക്കെ എൻ്റെ സർവശക്തനായ ദൈവം വഴിയൊരുക്കി തന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിവേദിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവിന്റെ ഹിതപ്രകാരം അപ്പന് വേണ്ടി ഓടുന്ന തീപ്പന്തങ്ങളാക്കി എൻ്റെ തലമുറകളെ കർത്താവ് പണിയുമെന്നതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാക്ഷ്യം ഇനിയും ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. പക്ഷെ ഓരോ ചെറിയ ആവശ്യങ്ങൾ പോലും നടത്തിത്തരുന്ന സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, നമുക്കൊന്നിനും കഴിവില്ലെങ്കിലും നമ്മുടെ പ്രാപ്തിയെ തെളിയിക്കുന്ന സർവശക്തനായ ദൈവത്തെ സേവിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നതിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവിന് പ്രയോജനപ്പെടുന്ന ഒരു സാക്ഷിയായി നിലനിൽപ്പാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. അല്പമായി കർത്താവിന്റെ നീതിയുള്ള വചനം പങ്കുവെക്കുവാൻ
പ്രാപ്തരാകാനായിട്ട് പ്രാപ്തിയെ തെളിയിക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇനി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനായി നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്ക് ചാപ്റ്റർ 21 verse 36. എന്റെ ദൈവത്തിന് സ്തോത്രം. ലൂക്ക് ചാപ്റ്റർ 21 verse 36. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. നമുക്ക് പല കാര്യത്തിനും ഇപ്പം അമ്മമാർക്കാകട്ടെ, ചിലപ്പം നമ്മൾ പേരൻസ് ആയ നമുക്ക് നമ്മുടെ മക്കളെ വളർത്താനായിട്ടൊന്നും നമുക്ക് കഴിവ് കാണത്തില്ല. ചിലപ്പോൾ ശുശ്രൂഷയിൽ നമ്മുടെ പ്രാപ്തി തെളിയിക്കാനായിട്ട് നമ്മൾ ഇരിക്കുന്ന ഏത് സ്ഥാനത്ത് നാം ഇരിക്കുന്നു, ചില സമയങ്ങളിൽ നമുക്ക് കഴിവില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപ്തി തരുന്നത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എപ്പോഴും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണമെന്നുള്ളതാണ് തിരുവചനത്തിൽ പറയുന്നത്. അപ്പം ദൈവത്തോട് നമ്മുടെ ചെറുതും വലുതുമായ ഏത് ആവശ്യങ്ങളും നാം പറയാനായിട്ട് നമുക്ക് അതിനുള്ള സർവ്വ സ്വാതന്ത്ര്യം യേശുപ്പച്ചൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന് നമ്മോട് കൃപ തോന്നുവോളം അവന്റെ മുഖത്തേക്ക് നോക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മെ പ്രശംസാ വിഷയമാക്കുമോളം നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്നൊരു നിന്ദിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം നാം ഇരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രാപ്തി തന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാപ്തി നേടുവാൻ സാധിക്കും. നാം പലതിനും പ്രാപ്തരാകണം. ഹല്ലേലൂയ. ഒരുപക്ഷെ ജോലി മേഖലയിൽ നമുക്ക് കഴിവില്ലെന്ന് തോന്നുന്നവരാണോ? കുടുംബജീവിതത്തിൽ, ശുശ്രൂഷയിൽ, മക്കളെ വളർത്താൻ, സഭയിൽ, ആത്മീയ കാര്യത്തിൽ, ഇതിലൊക്കെ നമ്മൾ പ്രാപ്തരാക്കാനായിട്ട് നമ്മുടെ ദൈവം സർവശക്തനാണ്. ആകാശം ഉരുണ്ട് വന്നാലും അതുപോലെ നമ്മൾ എന്താ പറയാ, പ്രതികൂലം വന്നാലും നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ പ്രാപ്തരാക്കും. പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ട അനേകരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ഇന്ന് തിരുവചനത്തിന്റെ ഏടുകളിലൂടെ അടിയൻ കണ്ണുകൾ ഓടിക്കുമ്പോൾ ഒരു ദേവദാസനിലൂടെ അടിയൻ കേട്ട ഒരു വചനമാണ് നമ്മുടെ പ്രാപ്തിയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപ്തി തെളിയിക്കാനായിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ നമുക്ക് പ്രാപ്തി നേടണമെന്നുള്ളത് നമുക്ക് തിരുവചനത്തിന്റെ ഏടുകളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ഡാനിയൽ ചാപ്റ്റർ 4 verse 18 പറയുന്നുണ്ട് അർത്ഥം അറിയുന്നതിനുള്ള പ്രാപ്തിയെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ അർത്ഥം നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും സംഭവിക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപ്തി ലഭിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതായത് അർത്ഥം അറിയുവാനുള്ള പ്രാപ്തി. മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ വിവേചിച്ച വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദേവദാസന്മാരെ, ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തിരുവചനത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയ രഹസ്യങ്ങളെ അറിയാനുള്ള പ്രാപ്തി, ഇതൊക്കെ തരുവാൻ നമ്മുടെ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഈ കൃപാവരങ്ങൾ നമുക്കില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് അർത്ഥം അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ലേ? അർത്ഥം പറഞ്ഞു തരുവാൻ എൻ്റെ സർവശക്തനായ ദൈവം, ആ പ്രാപ്തി എനിക്കും നിങ്ങൾക്കും തെളിയിച്ചു തരുവാൻ അവൻ സർവശക്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി സംശയം ഛേദിച്ചു കളയാനുള്ള പ്രാപ്തി ദൈവം നമുക്ക് തരും. ഡാനിയൽ ചാപ്റ്റർ 5 verse 16 പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് സാത്താനാണ്. ഇപ്പൊ സംശയങ്ങൾ ഛേദിച്ചു കളയാനുള്ള കൃപ, അതായത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ശത്രു ഇങ്ങനെ സംശയം ഉള്ളിൽ കൊണ്ടുവരും. അപ്പൊ ആ സമയത്ത് നമുക്ക് തന്നെ അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ഈ സംശയങ്ങൾ കൊണ്ടുവരുന്നത് അത് മെഡിക്കൽ ഫീൽഡ് പറയാം അതൊരു രോഗമാണെന്ന്. എന്നാൽ അത് സാത്താനാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ പഴുതടച്ച് സംശയം ഛേദിപ്പാനായിട്ടുള്ള അതിനുവേണ്ടി നമ്മളെ പ്രാപ്തി തരുന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെ ഒരു കൃപ നമുക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? എൻ്റെ പ്രിയപ്പെട്ടവന്റെ കാര്യം എന്താകും? എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമോ? ഇങ്ങനെ ഓരോ വിഷയങ്ങളിലൂടെ നമുക്ക് സംശയത്തിന്റെ നാമ്പുകൾ നമ്മൾ 1000 ദൂത് കേട്ടാലും അതിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിന്തകൾ ഉണ്ടാകും, ശരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അത് സാത്താനാണ്. അപ്പൊ ആ സംശയങ്ങളെ ഛേദിച്ചു കളയാനുള്ള പ്രാപ്തിക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മൂന്നാമതായി ഉത്തരം പറയുവാൻ പ്രാപ്തനാക്കുന്ന കർത്താവിനെ സാംസ് 119 verse 42 കാണാൻ സാധിക്കും. നമ്മളെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ നമ്മുടെ വിശ്വാസം, രക്ഷ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവർ, ചില സമയങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നമുക്കത് നേരിടുവാൻ സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടായെന്ന് ഇരിക്കാം. പക്ഷെ ഇവരുടെ മുമ്പിലൊക്കെ ഉത്തരം പറയുവാൻ പ്രാപ്തനാക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പലരുടെയും മധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ
രക്ഷ എന്തെന്നും സ്നാനം എന്തെന്നും ഒക്കെ ചോദിച്ച് നമ്മളെ കളിയാക്കുന്നവരുടെ മധ്യത്തിൽ അവരുടെ മുന്നിൽ ഉത്തരം പറയുവാൻ സർവശക്തനായ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. നാലാമതായി ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രാപ്തിയെക്കുറിച്ച് 2 Corinthians chapter 3 verse 5 and 6 പറയുന്നു. അപ്പം പ്രാപ്തി ദാനമായി തരുന്ന ദൈവത്തെ നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. പ്രാപ്തി തന്നാൽ നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടും. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ നടന്നതൊരു ശുശ്രൂഷയാണ്. അനന്യാസിന് പ്രാപ്തി കൊടുത്തത് ദൈവമാണ്. അപ്പൊ നമ്മളിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, മക്കളിൽ, പ്രിയപ്പെട്ടവരിൽ ശുശ്രൂഷ ലഭിക്കുവാൻ, ഈ പ്രാപ്തി ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അഞ്ചാമതായി മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനുള്ള പ്രാപ്തിയെക്കുറിച്ച് ലൂക്ക് ചാപ്റ്റർ 21 verse 36 പറയുന്നു. അപ്പൊ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി, ഏറ്റവും നെസസറിയായി വേണ്ടിയത് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചില നേരത്ത് നമുക്ക് കഠിനമായ ശോധനയായിരിക്കും. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ശോധനയായിരിക്കാം. നമുക്ക് ചില സമയത്ത് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഞാനും നിങ്ങളും ഒരുപക്ഷെ കടന്നു പോയിട്ടില്ലേ? എന്നാൽ അപ്പന്റെ നീതിയുള്ള വചനം പറയുന്നു, മനുഷ്യന്റെ മുമ്പിൽ നിൽപ്പാനായിട്ട് കർത്താവ് നമുക്ക് പ്രാപ്തി തരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കഴിവില്ലെന്നോ നമ്മളെ കൊണ്ടത് സാധിക്കത്തില്ലെന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിജീവിതമാണോ? പരിശുദ്ധാത്മാവ് വ്യക്തിജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇതിനൊക്കെ പ്രാപ്തി തരും. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ അർത്ഥം എന്താണെന്ന്, ഇതൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടില്ലേ? എന്നാൽ കർത്താവ് ഇതിനൊക്കെ അർത്ഥം അറിയിക്കുവാനായിട്ട് അതൊക്കെ പറഞ്ഞു തരുന്ന ആ ഒരു പ്രാപ്തി നമുക്ക് നേടിത്തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. രണ്ടാമതായി സംശയങ്ങളെ ഛേദിച്ച് കളയുവാനുള്ള പ്രാപ്തി. ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും, സംശയം നമ്മുടെ ജീവിതത്തിൽ ഉതിരുമ്പോഴും ഈ സംശയങ്ങളെ ഛേദിച്ച് കളയുവാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും പ്രാപ്തി തരും. മൂന്നാമതായി ഹല്ലേലൂയ, ഉത്തരം പറയുവാൻ പ്രാപ്തി തരുന്നവൻ. മനുഷ്യരുടെ മുമ്പിൽ നമ്മളെ നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്നവരുടെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ തനിയെ നിൽക്കുന്നവരെ നോക്കി പലപ്പോഴും നമ്മൾ ആ ഒരു ശോധനയൊക്കെ എല്ലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നീ സേവിച്ചിട്ട് നിന്റെ ദൈവം നിനക്ക് വേണ്ടി എന്ത് തന്നുവെന്ന്. പ്രിയ ദൈവമക്കളെ, അവരുടെയൊക്കെ മധ്യത്തിൽ ഉത്തരം പറയുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കുന്ന സർവശക്തനായ ദൈവത്തിനായി ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ ശുശ്രൂഷകന്മാരെ നോക്കി ഇന്ന് ആത്മാവിൽ വിവേചിച്ചുകൊണ്ടൊരു ദൂത് അറിയിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷയിൽ മുന്നേറുവാൻ സാധിക്കാത്ത വ്യക്തി ജീവിതമാണോ? അപ്പനോട് പറയുക, ഹല്ലേലൂയ. കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിച്ചു തരുവാൻ സർവശക്തനായ ദൈവത്തിന് നമുക്കതിനുള്ള പ്രാപ്തി കർത്താവ് തരും. ഈ കൃപകളൊക്കെ നമ്മുടെ കൃപകളെയും കൃപാവരങ്ങളെയും ജ്വലിപ്പിച്ചു തരുവാൻ എനിക്ക് ഇന്ന് ഇത്ര വലിയ ശുശ്രൂഷകന്മാരുടെ മധ്യത്തിലൊക്കെ ഇരുന്ന് എനിക്ക് സാക്ഷ്യം പറയാനും വചനം പറയാനും ഒന്നും കഴിവില്ല. പക്ഷേ പ്രാപ്തി തരുന്ന എന്റെ സർവശക്തനായ ദൈവത്തിനായി ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരുടെ മുമ്പിൽ നിൽപ്പാനുള്ള പ്രാപ്തി. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടുവാനായിട്ട് കർത്താവ് നമുക്കതിനുള്ള കൃപ തരും. ഇന്ന് പകൽക്കാലം പ്രാപ്തിയെ തെളിയിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ ദൈവമക്കളുടെ മധ്യത്തിൽ എന്റെ സർവശക്തനായ ദൈവത്തെ എന്റെ ജീവിതത്തിലൂടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത വിഷയങ്ങളില്ലെന്ന്. ഒരു തുറന്ന യൂണിവേഴ്സിറ്റിയാ. ഏത് വിഷയം എടുത്താലും അതിലൊക്കെ എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ പരിഹാരം തന്നുകൊണ്ടിരിക്കുന്നു. മക്കളുടെ വിഷയങ്ങൾ, പ്രിയപ്പെട്ടവന്റെ വിഷയങ്ങൾ, കുടുംബത്തിലെ വിഷയം, ജോലി സ്ഥലത്തെ വിഷയം, ഇങ്ങനെ വിഷയങ്ങളിലൂടെ ഒക്കെ കടത്തിവിടുമ്പോഴും ഇതിനൊക്കെ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്താനായിട്ട് പ്രാപ്തി തെളിയിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലം, ഇന്ന് അടിയന്റെ രാത്രികാലം ദൈവമക്കളുടെ മുമ്പിൽ അടിയന്റെ അല്പമായിട്ട് അടിയന്റെ സാക്ഷ്യവും പ്രാപ്തി തെളിയിക്കുന്ന എന്റെ സർവശക്തനായ ദൈവത്തെ വചനത്തിലൂടെ ഉയർത്തി കാണിക്കുവാനും എന്റെ സർവശക്തനായ ദൈവം എനിക്ക് ഈ ഭൂമുഖത്ത് തന്ന ഭാഗ്യത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മാത്യു ഉമ്മൻ അങ്കിളിനോടും അതുപോലെ ഓരോ ദൈവദാസന്മാരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ അടിയനെയും കുടുംബത്തെയും ഓർക്കണമേ എന്ന അപേക്ഷയോടെ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും കടംപെട്ടിരിക്കുന്നു. നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം ഉയർത്തി കാണിക്കാം. പ്രാപ്തിയെ തെളിയിക്കുന്ന ദൈവത്തെ നമുക്ക് ഏതു മേഖലയിലാണോ നമ്മൾ ഉടഞ്ഞു പോയിരിക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ പ്രാപ്തി തെളിയിച്ചുകൊണ്ട് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാക്കുന്ന സർവശക്തനായ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്.